അസ്സലാമു അലൈക്കും. കുറേ ദിവസമായില്ലേ വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയാണെന്ന് കരുതുകയാണ്. അപ്പോൾ ഇതന്ന് ഞാൻ നല്ലൊരു മീൻ കറിയാണ് കേട്ടോ വെക്കണത്. മുളകിട്ട മീൻ കറിയാണ് വെക്കണത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്ന റെസിപ്പി തന്നെയായിരുന്നു ഇട്ടത്. പിന്നെ വീഡിയോ ഒക്കെ ഇടാൻ കുറേ വൈകിപ്പോയി. അപ്പോൾ അതാ ഞാനൊരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കട്ടെ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് തൂമിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തൂമിക്കലിൻ്റെ മതി കേട്ടോ കറിക്ക്. ഇങ്ങനെ വഴറ്റിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ മീൻകറി ഒക്കെ എല്ലാ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും മൺചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കട്ടെ. മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ വെക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ മൺചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതേപോലൊക്കെ മീൻകറി വെക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി മീൻകറി വെച്ചേക്കുക. പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. നമുക്ക് പുട്ടുക്കും അപ്പത്തുക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിക്കാറ്, ചോറിലേക്കൊക്കെ ആയിട്ട്. നമ്മൾ തലേ ദിവസത്തെ ചോറും കറിയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടല്ലോ നല്ല അടിപൊളി സൂപ്പർ കറി കഴിക്കാറ് കേട്ടോ. പിന്നെ അത് ഉള്ളി നല്ലോണം ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെളുത്തുള്ളിയാണ് കുറച്ച് തോനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ മുളക് കറിയല്ലേ വെക്കണത്, അപ്പോൾ ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഇതേപോലെ ഒരു 2-3 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള പൊടികൾ നമ്മൾ വഴറ്റുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ഇട്ടെടുത്തത് നല്ലോണം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഇങ്ങനെ പൊടി വഴറ്റുകയാണെങ്കിൽ പൊടി മാത്രം ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ എണ്ണ ചൂടായി കിടക്കുകയായിരിക്കും. അതുകൊണ്ട് കരിഞ്ഞ് പോകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോവില്ല, നല്ലോണം വഴറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നല്ലോണം മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് നമ്മളിപ്പോൾ ഇതാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലകളുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോട് എപ്പോഴും വരണ മാതിരി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിയുന്ന കൂട്ടുകാർ ഒന്ന് കമൻറ്റും കൂടി ഒന്ന് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കട്ടെ. നമ്മൾ ഇതേപോലെ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുന്ന നേരത്തും ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല, അപ്പോൾ അതുകൊണ്ട് പൊടിയുപ്പ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇവിടെ വാളംപുളിയാണ് കേട്ടോ പിഴിഞ്ഞ് ഒഴിക്കണത്. അപ്പോൾ ഞാനിതാ മുളക് കലക്കിയ പാത്രത്തിൽ തന്നെയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുളകിൻ്റെ വെള്ളം വേസ്റ്റ് ആവില്ല, അതോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വെള്ളമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, അത് ആവശ്യത്തിനുള്ള തിക്നെസ്സിന് നമുക്ക് ആക്കിയെടുക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അത്യാവശ്യം കുറച്ച് കറി വേണമല്ലോ, അപ്പോൾ ഒരു 2 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ആദ്യം തന്നെ വഴറ്റിയെടുക്കാനും മറന്നതൊന്നുമല്ല കേട്ടോ. ഇതേപോലെയാണ് ഞാനിതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി കറിനോട് ചേർന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ചെടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. എന്നിട്ട് ഞാനിത് അയില മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കൂടുതൽ അയിലൻ്റെ തലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു അയിലയും ബാക്കിയുള്ളത് അയിലൻ്റെ തലയും കൂടി എടുത്തിട്ടാണ് കറി വെക്കുന്നത്. എനിക്ക് അയിലൻ്റെ തല കറി വെക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക്
കപ്പയും പൂളയും അതേമാതിരി എന്തിക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ കറി. എനിക്ക് ഈ കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാനാണ് ഒന്നുകൂടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ലതായിക്കാരം കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയായാലും മീൻ കറിയൊക്കെ വെച്ചിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയപാട് തന്നെ കഴിക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കറി റെഡി ആയോന്ന് അറിയാൻ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ഇത് കുറച്ചും കൂടി 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാനിനി കറക്റ്റായിട്ട് ഒരു വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം, കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്നേഹപൂർവ്വം നൂറ തിരൂർ.